ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വിഷ്ണു ടെൻ്റൊക്കെ കെട്ടിക്കഴിഞ്ഞു. അതിലാര് കിടക്കും എന്നുള്ള സംശയമാണ്. പപ്പിയും സത്യം പറയുന്നത് ഞങ്ങൾക്ക് കിടക്കാനാണെന്ന്. ശാലിനി പറയുന്നപ്പം ഞങ്ങളിത് എവിടെ കിടക്കും? അതെ, കുട്ടികൾക്കാണ് ഫസ്റ്റ് എന്നൊക്കെ പപ്പിമോളും പറയുന്നുണ്ട്. വിഷ്ണു പറയുക, എൻ്റെ ശാലിനി, ഇവരുടെ സ്വഭാവം വെച്ച് നോക്കിയാലേ നമ്മൾ വല്ല പാറപ്പുറത്തോ ആ ചെടികളുടെ ഇടയ്ക്കോ എവിടെങ്കിലും കിടക്കേണ്ടി വരും. ശാലിനി അങ്ങനെ അവർക്ക് ചൂട് ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. പപ്പിമോള് ചോദിക്കുന്നു, വിഷ്ണു അച്ഛാ, നമ്മൾ എപ്പോഴാണ് ഇനി വെള്ളത്തിൽ കുളിക്കാൻ പോകുന്നത്? മോളെ, ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നാൽ മതി, അവിടെ നല്ല വെള്ളച്ചാട്ടമുണ്ട്. നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ 4 പേരുടെ വെള്ളത്തിലോട്ട് അങ്ങോട്ട് ചെന്ന് ഇറങ്ങുന്നു. പിന്നെ അടിച്ച് പൊളിച്ച് നമ്മുടെ കുളിച്ച് വാരുന്നു നമ്മൾ അവിടെ. ശാലിനി പറയുക, മോനെ വിഷ്ണു, അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ, 3 പേരെ ഇറങ്ങത്തുള്ളൂ കേട്ടോ. എന്നാ നിന്നെ ഞാനിന്ന് വെള്ളത്തിൽ ഇറക്കിയിട്ടേ ഉള്ളടി, കാര്യം തമ്പുരാട്ടി കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവും ശാലിനിയും ഓടുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അവസാനം വിഷ്ണു ശാലിനിയെ കയറി കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, നിന്നെ ഞാനിന്ന് വെള്ളത്തിൽ ഇറക്കും. വിഷ്ണുവേട്ട വേണ്ട, വേണ്ട, മക്കള് നോക്കുന്നു. സത്യം പറയാ പപ്പി, ഇവരെ എങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ലല്ലോ. അങ്ങനെ മക്കള് രണ്ടുപേരുടെ ചെന്ന് അവരെ രണ്ടുപേരെയും പിടിച്ചങ്ങോട്ട് മാറ്റിയിട്ട് പറയുന്നു, അങ്ങനെ നിങ്ങൾ മാത്രം അങ്ങോട്ട് സൂഹിക്കണ്ട കേട്ടോ. ശാലിനി, മക്കളുടെ സ്വഭാവം കണ്ടോ? നമ്മുടെ റൊമാൻസ് പോലെ ഇവർക്ക് പിടിക്കുന്നില്ല. പിടിക്കും ഇവളുമാരെ. അച്ഛനും അമ്മയും ഒന്ന് സന്തോഷത്തോടെ നിൽക്കുന്ന കണ്ടപ്പോൾ ഇവളുമാർക്ക് സഹിക്കുന്നില്ല എന്നും പറഞ്ഞ മക്കളെ എടുത്ത് അവർ വാരി ഇങ്ങനെ പുണർന്ന് അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുവാണ്. ശാലിനി, ഇവളുമാരെ രണ്ടിനെയും നമുക്ക് ടെൻറ്റിനകത്തിടാം എന്നും പറഞ്ഞ 2 മക്കളെയും കൊണ്ട് ടെൻറ്റിനകത്തിട്ടിട്ട് വിഷ്ണു പറയുന്നു, പുറത്തോട്ട് ഇറങ്ങിപ്പോയേക്കരുത്, രണ്ടും ഇവിടെ തന്നെ ഇരുന്നോണം കേട്ടോ. നസീറും അവൻ്റെ ഗുണ്ടകളും കൂടെ നൂർജഹാനെയും അനൂപിനെയും തിരക്കി ഇങ്ങനെ വെച്ച് പാഞ്ഞു പോവാണ് ഓരോ സ്ഥലത്തോട്ട്. ഈ സമയത്ത് അനൂപും നൂർജഹാനും അവൻ്റെ ഫ്രണ്ട് അരുണും കൂടെ വേറൊരു സൈഡിൽ കൂടി ഇങ്ങനെ കാറിൽ വെച്ച് പിടിച്ച് പാഞ്ഞു പോവുകയാണ്. അരുൺ പെട്ടെന്ന് കാർ നിർത്തിയപ്പോൾ അനൂപ് ചോദിക്കുന്നു, എടാ എന്താടാ നീ വണ്ടി നിർത്തിയത്? എടാ, ഇങ്ങനെ എങ്ങോട്ടെന്നറിയാതെ ഇങ്ങനെ ഓടിപ്പാഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നൂർജഹാൻ പറയാ, യോ, എനിക്ക് വീട്ടോട്ട് തിരിച്ചു പോകാൻ ഒരു നിർവാഹവും ഇല്ല. അനൂപിന്റെ ഫ്രണ്ട് മറ്റൊരു കാറിൽ അവന്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇവരെ പുറകിന് വന്നുകൊണ്ടിരിക്കുവായിരുന്നു. അവരും പെട്ടെന്ന് കാർ അങ്ങ് നിർത്തി. എന്താ എന്താ നിങ്ങൾ കാർ നിർത്തിയത്? അപ്പൊ അരുൺ പറയാ, എടാ, ഈ യാത്ര എങ്ങോട്ടാ പോവാന്നെ, ഒരു അവസാനവും കിട്ടുന്നില്ലല്ലോ. അനൂപിനാണെങ്കിൽ അവന്റെ വീട്ടോട്ട് ഇവളെ കൊണ്ടുപോകാനും പറ്റത്തില്ലെന്ന്. നൂർജഹാനാണെങ്കിൽ അവളുടെ വീട്ടോട്ട് പോകാനേ പറ്റത്തില്ല. എടാ അനൂപെ, നീ എന്നാൽ ഇവളെ ബാംഗ്ലൂരിലോട്ട് അങ്ങ് കൊണ്ടുപോടാ, അന്നേരം ആരും ഇവളെ അന്വേഷിച്ച് അങ്ങോട്ടങ്ങ് വരത്തില്ലല്ലോ. എടാ, ഞാൻ വീട്ടിലിതൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അമ്മയെ പറഞ്ഞ് മെല്ലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. അരുണിന് ദേഷ്യം വരുന്നു. പിന്നെ എന്തിനാടാ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ നടത്തിയത്? എടാ, നമ്മുടെ പ്ലാൻ എല്ലാം ചീറ്റിപ്പോയില്ലയോ? ഈ രജിസ്റ്റർ മാരേജ് നടത്തിയിട്ട് നൂർജഹാനെ അവിടെ വീട്ടിൽ കൊണ്ട് വിടാന്നല്ലായിരുന്നോ നമ്മൾ പ്ലാൻ ചെയ്തത്? ഇതിപ്പം നൂറിൻ്റെ വീട്ടുകാരെല്ലാം അറിഞ്ഞ് നമ്മുടെ മൊത്തത്തിലുള്ള പ്ലാനെ തെറ്റിച്ച് കളഞ്ഞില്ലേ? ഒരു 2 ദിവസം നൂറിനെ സേഫായിട്ട് എവിടെങ്കിലും ഒന്ന് ആക്കിയാൽ മതി. പിന്നെ ഞാൻ അമ്മയുടെ കാല് പിടിച്ച് എങ്ങനെയായാലും ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഒപ്പിക്കും. എടാ അരുണെ, നിന്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവുമല്ലോ. എടാ, അതൊക്കെ എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവും. പക്ഷെ ആദ്യം എൻ്റെ അമ്മ ചെയ്യുന്നത് എന്താണെന്നറിയോ? ആദ്യം തന്നെ നമ്മളെ എല്ലാവരെയും പിടിച്ച് പോലീസിലോട്ട് അങ്ങ് ഏൽപ്പിക്കും. വീട്ടുകാരെ വഞ്ചിക്കുന്ന ഒരു പരിപാടിക്കും എൻ്റെ അമ്മ നിൽക്കത്തില്ലടാ. നൂർജഹാൻ ഇതൊക്കെ കേട്ട് ആകെ സങ്കടത്തിലിരിക്കുക. ദൈവമേ, ഇറങ്ങി പുറപ്പെട്ടും പോയി തിരിച്ചങ്ങോട്ട് കയറി ചെല്ലാനും പറ്റത്തില്ല. ഇതെന്തൊക്കെയാ ഈ അനൂപ് പറയുന്നത്? ഇനിയിപ്പോ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലാക്കാന്ന് വിചാരിച്ചാൽ 100 കൂട്ടം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ശരിയായിട്ടുള്ള അഡ്രസ്സും അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ തന്നെ അവർ വീട്ടുകാരായിട്ട് ബന്ധപ്പെടുകയും ചെയ്യും. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മറു സൈഡിൽ കൂടെ നസീറും അവൻ്റെ ഗുണ്ടകളും കൂടെ വണ്ടിയിൽ വരുന്നുണ്ട്. ആ ഗുണ്ടകളിൽ ഒരുത്തൻ അനൂപിന്റെ കാറ് കാണുന്നുണ്ട്. എടാ, വണ്ടി നിർത്തടാ, വേണ്ടാ, അവന്മാരല്ലേ അത് എന്ന് പറഞ്ഞ് വണ്ടി നിർത്തുവാണ്. അരുണന്റെ ഫ്രണ്ട് അത് കണ്ടിട്ട്, എടാ നിങ്ങൾ വണ്ടി വിട്ടോടാ എന്ന് പറയുന്നുണ്ട്. നൂർജഹാൻ അത് കണ്ടിട്ട്, എൻ്റെ പടച്ചോനെ നസീർക്ക എന്നും പറഞ്ഞ് അവൾ കരയുവാണ്. നസീറും ഗുണ്ടകളുടെ വന്ന് അരുണിന്റെ ഫ്രണ്ടിന്റെ കാറിനടുത്ത് വന്ന് നിർത്തിയിട്ട്, എവിടെടാ അവര് എന്നും പറഞ്ഞ് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല, എങ്കിൽ അവന്മാർ ആ മറ്റേ കാറിൽ പൊയ്ക്കാണു, പെട്ടെന്ന് എവിടെടാ അവന്മാരുടെ പുറകിന് എന്നും പറഞ്ഞ് നസീറും ഗുണ്ടകളും കൂടെ ആ വണ്ടിയുടെ പുറകിൽ ഇങ്ങനെ സ്പീഡിൽ പോവുകയാണ്. രാഘവേട്ടൻ വാതക്കലിൽ ഇങ്ങനെ കൈയൊക്കെ തിരുമ്മിക്കൊണ്ടിരിക്കുവാണ്. സത്യാമ്മയും പൊന്നിയും കൂടെ പലഹാരമൊക്കെ വിറ്റിട്ട് തിരിച്ചു വരുവാണ്. കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഫാമേ? കുഴപ്പമില്ല രാഘവേട്ട, കുറച്ചൊക്കെ അലയണം, അതും ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണല്ലോ. വിഷ്ണുവിൻ്റെ ഓട്ടോറിക്ഷ അവിടെ കിടക്കുന്ന കണ്ടുകൊണ്ട് സത്യാമ്മ ചോദിക്കുന്നു, ഇന്നെന്താ ഇവൻ ഓടാൻ പോയില്ലയോ? അത് ഫാമേ, അവനെങ്ങാണ്ട് പോയിരിക്കുക. എവിടെ? അവൻ പറഞ്ഞായിരുന്നു, പക്ഷെ അത് രാഘവേട്ടൻ മറന്നു കാണും. അവനെ വഷളാക്കുന്ന മുഴുക്ക രാഘവേട്ടനാ. അവനിപ്പോൾ എന്നെ അനുസരിക്കാതിരിക്കുന്നതിൻ്റെ കാരണവും രാഘവേട്ടനാ. അങ്ങനെ രാഘവേട്ടനെ സത്യാമ്മയെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വരുന്നുണ്ട്.
എസ് ഐയും കുറച്ച് പോലീസുകാരും കൂടാണ് അവിടെ വന്ന് ഇറങ്ങുന്നത്. കൂടെ വന്ന പോലീസുകാരോട് പറയുന്നു, എടോ നിങ്ങളൊക്കെ പോയി ഓട്ടോറിക്ഷ എന്ന് നോക്കിക്കേ. എസ് ഐ വന്ന് സത്യാമ്മയോട് ചോദിക്കുന്നു, വിഷ്ണു താമസിക്കുന്ന ഇവിടെയല്ലേ? അതെ, എൻ്റെ മകനാണ് വിഷ്ണു. വിഷ്ണു എവിടെ? അവൻ അകത്തുണ്ടോ? സാറേ, അവൻ എവിടെയോ പോവാന്നും പറഞ്ഞ് രാവിലെ പോയതാ, എവിടാണെന്ന് അറിയില്ല എന്ന് രാഘവേട്ടൻ പറയുവാണ്. അത് വിഷ്ണുവിൻ്റെ ഓട്ടോറിക്ഷയല്ലേ? അതെ സാറേ. എന്താ സാറേ കാര്യം? ഇന്നലെ രാത്രിയില കുറച്ച് സ്വർണം ഇവന്റെ ഓട്ടോറിക്ഷയിൽ വെച്ചിട്ട് കാണാതെ പോയെന്നും പറഞ്ഞൊരു പരാതി വന്നിട്ടുണ്ട്. ഇവന്റെ ഓട്ടോയിൽ കാണണമെന്ന സ്വർണം നഷ്ടപ്പെട്ടവർ പറയുന്നത്. ഓട്ടോറിക്ഷ പരിശോധിച്ചിട്ട് വന്ന പോലീസുകാരുടെ എസ് ഐ ചോദിക്കുന്നു, എന്താടോ വല്ലതും കിട്ടിയോ? ഇല്ല സാറേ, ഒന്നും കിട്ടിയില്ല. അപ്പോൾ വിഷ്ണു എവിടെ പോയതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇല്ലേ? ഉടനെ രാഘവേട്ടൻ പറയാ, സാറേ, രാവിലെ വിഷ്ണുവിന്റെ ഭാര്യ എൻ്റെ മരുമോൾ എന്നെ വിളിച്ചായിരുന്നു. എവിടെയൊക്കെ ഒരു യാത്ര പോകുന്നെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ എവിടെ കാണുന്ന എനിക്കറിയില്ല. ഈ വിഷ്ണുവിന്റെ ഭാര്യയ്ക്ക് എന്താണ് ജോലി? അത് സാറേ, ഇവിടുത്തെ ജില്ലാ കളക്ടറാ. ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു ആണോ? അപ്പോൾ മേഡത്തിന്റെ ഹസ്ബൻഡിന്റെ ഓട്ടോറിക്ഷയാണോ ഇത്? അതെ സാറേ എന്നിങ്ങനെ രാഘവേട്ടൻ പറയുവാണ്. സത്യാമ്മ പറയുന്നത്, സാറേ, എൻ്റെ മകൻ ആരുടെ ഒരു സാധനവും എടുക്കില്ല. സാർ ഓട്ടോറിക്ഷയ്ക്കകത്തൊക്കെ നോക്കിയതല്ലയോ? ഇതിപ്പോ ചിലപ്പോൾ അവര് വേറെ എവിടെങ്കിലും വെച്ച് മറന്നതാണെങ്കിലോ? ശരി, ഞാൻ ഏതായാലും കളക്ടർ ഓഫീസിലോട്ടൊന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ് എസ് ഐ അനുവിനെ വിളിക്കുവാണ്. കളക്ടർ ഓഫീസ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനു അതെ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ, ഞാൻ സ്ഥലം CI പ്രേംനാഥാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കളക്ടറോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മേഡത്തിന്റെ ഹസ്ബൻഡ് വിഷ്ണുവിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. ഒന്ന് കൊടുക്കാവോ ഫോണ്? സാറേ, മേഡവും ഹസ്ബൻഡും കുട്ടികളും ഒക്കെ ആയിട്ട് ഒരു ടൂർ പ്രോഗ്രാമിലാണ്. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ എന്നെ എപ്പോഴെങ്കിലും മേഡം കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പറയാം സാർ. മേഡം വരുമ്പോൾ സ്റ്റേഷനിലൊന്ന് ഇൻഫോം ചെയ്താൽ മതി. ശരി സാർ എന്നും പറഞ്ഞ ഒരു ഫോൺ കട്ട് ചെയ്യുവാണ്. 30 പവനാണ് കല്യാണാവശ്യത്തിന് വേണ്ടി വാങ്ങിച്ച സ്വർണം അവരുടെ നഷ്ടപ്പെട്ടത്. ജുവലറിയിൽ നിന്ന് നേരെ വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. വിഷ്ണു വിളിക്കുവാണെങ്കിൽ പെട്ടെന്ന് കാര്യം പറയണം, എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വരാനും പറയണം. അങ്ങനെ പറഞ്ഞിട്ട് പോലീസുകാരും എസ് ഐ ഒക്കെ അങ്ങ് പോവുകയാണ്. ദൈവമേ, എന്തൊക്കെ കുഴപ്പങ്ങളാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് മനസമാധാനം കിട്ടത്തില്ലയോ എന്നും പറഞ്ഞ സത്യാമ്മ നിന്ന് വിഷമിക്കുവാണ്. സത്യാമ്മ രാഘവേട്ടനോട് ചോദിക്കുക, അവനും അവളും കൂടെ എവിടെ പോവാന്നാ പറഞ്ഞത്? എനിക്കറിയില്ല ഫാമേ, പറഞ്ഞു കാണും, ഞാൻ മറന്നുപോയതാ. പല മറവികളും ഞാൻ കണ്ടിട്ടുണ്ട് രാഘവേട്ട, പക്ഷെ ഇങ്ങനൊരു മറവി ഇത് ഞാൻ ആദ്യമായിട്ട് കാണുക. ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഒട്ട് ഓർക്കത്തതുമില്ല, അല്ലാത്തതൊക്കെ നല്ല വ്യക്തമായിട്ട് ഓർത്ത് വെക്കുകയും ചെയ്യും. എന്തായാലും ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ സത്യാമ്മ അകത്തോട്ട് പോവുകയാണ്. ഈശ്വര, അനിഷ്ടങ്ങളൊന്നും ഉണ്ടാകാതിരുന്നാ മതിയായിരുന്നു എന്നും പറഞ്ഞ് രാഘവേട്ടനും പ്രാർത്ഥിക്കുവാണ്. അനൂപും നൂർജഹാനും പോകുന്ന കാറിന്റെ പുറകിന് തന്നെ നസീറും അവന്റെ കൂട്ടുകാരോടെ വെച്ച് പിടിച്ചിങ്ങനെ പോവാണ്. ഒരു കാർ റേസ് എന്ന് തന്നെ പറയാം, ആ രീതിക്കുള്ള സ്പീഡിലാണ് പോകുന്നത്. അനൂപ് പറയുന്നു, എടാ അരുണേ, ഓമാര് പുറകിൽ തന്നെ വരുന്നുണ്ടാ, നീ ഒന്ന് എളുപ്പം വിടറാ. തൊട്ടില്ലെന്നുള്ള സ്പീഡിലാണ് വന്നോണ്ടിരിക്കുന്നത്. നസീർ അവന്റെ ഫ്രണ്ടിനോട് പറയുന്നു, എടാ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കയറടാ നീ. അരുൺ പെട്ടെന്ന് അവരുടെ കണ്ണ് വെട്ടിച്ച് ഒരു സൈഡിലുള്ള ഇടവഴിയിലോട്ട് അങ്ങ് കയറുവാണ് കാറും കൊണ്ട്. ആ ഇടവഴിയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നസീറും അതിനെ പിന്തുടർന്ന് അവരുടെ കാറിന്റെ പുറകെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ 2 വഴിക്കായിട്ട് പിരിയുന്ന ഒരു സൈഡിൽ വന്നിട്ട് പെട്ടെന്ന് അരുൺ ലെഫ്റ്റ് സൈഡിലോട്ട് വണ്ടി എടുത്തു കഴിഞ്ഞ് പോകുന്നു. അത് മനസ്സിലാകാതെ നസീറും കൂട്ടുകാരും റൈറ്റ് സൈഡിലോട്ട് അങ്ങ് പോവുകയും ചെയ്തു. അരുൺ പറയുന്നു, അവന്മാരെ വിറ്റ കാശ് എൻ്റെ കയ്യിലുണ്ട്. അരുൺ പറയുക, അനൂപെ, ഇനി നീ ചിന്തിച്ചോണ്ടിരിക്കാതെ പറയടാ, ഇനി എങ്ങോട്ടാ പോകേണ്ടത്? ഞാൻ പറയാം, നീ വണ്ടി തിരിക്കി. അങ്ങനെ വിഷ്ണുവും ശാലിനിയും പൊന്മുടിയുടെ പ്രകൃതി സൗന്ദര്യം ഇങ്ങനെ വേണ്ടുവോളം ആസ്വദിച്ചുകൊണ്ടിരിക്കുവാണ്. പപ്പിമോളും സത്യമോളും അവിടെ കാണുന്ന ദൃശ്യങ്ങളൊക്കെ അവരിങ്ങനെ വരച്ചോണ്ടിരിക്കുവാണ്. അവര് വരയ്ക്കുന്നത് കണ്ടോണ്ട് ശാലിനി ചോദിക്കുന്നു, അല്ല, രണ്ടുപേരും കാര്യമായിട്ടുള്ള വരയിലാണല്ലോ. അമ്മേ പ്ലീസ്, അമ്മ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാതെ ഒന്ന് പൊയ്ക്കേ ഇവിടുന്ന്. ഓ, അത്രയ്ക്കായോ? എന്നാ ശരി എന്നും പറഞ്ഞ് ശാലിനി വിഷ്ണുവിന്റെ അടുത്തോട്ട് പോവുകയാണ്. പുറകിൽ കൂടി വന്ന് വിഷ്ണുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ശാലിനി ചോദിക്കുന്നു, എന്താ ഒരാലോചന? നമ്മൾ ഇവിടെ വന്ന് ടെൻ്റ് അടിക്കുമെന്ന് ഈ പ്രകൃതിക്ക് പോലും അറിയാമായിരുന്നെന്ന് തോന്നുന്നു. നല്ല തണുത്ത കാറ്റ് ഇല്ലേ ശാലിനി? ശാലിനി നല്ല റൊമാൻസ് മൂഡിലാണ്. വിഷ്ണുവേട്ടൻ ഓർക്കുന്നുണ്ടോ നമ്മൾ ആദ്യമായിട്ട് കണ്ട ദിവസം? അന്നത്തെ ആ കാറ്റിനും ഇതുപോലെ തണുപ്പുണ്ടായിരുന്നു. നമ്മൾ എന്നും ഓർത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ആ നിമിഷം. അങ്ങനെ വിഷ്ണു ആദ്യമായിട്ട് ശാലിനിയെ കണ്ടതും ആ പ്രേമരംഗങ്ങളും ഒക്കെ അങ്ങനെ ഓർക്കുവാണ്. ശാലിനി അങ്ങനെ നല്ല റൊമാൻസിൽ വിഷ്ണുവിൻ്റെ മടിയിലോട്ട് കിടന്നിട്ട് പറയുന്നു, വിഷ്ണുവേട്ടൻ്റെ മടിയിൽ ഇങ്ങനെ കിടന്നോണ്ട് ഈ ആകാശം നോക്കി കിടക്കുമ്പോഴേ ഞാനൊരു സത്യം പറയട്ടെ. താൻ പറയടോ, ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ശാലിനി പറയുക, വിഷ്ണുവേട്ടാ, ഈ സ്നേഹം എന്ന് പറയുന്നതൊക്കെ ഒരാളെ തീർത്തും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ അവിടെ പ്രേമമാണെങ്കിലും സ്നേഹമാണെങ്കിലും പിന്നെ ആധികാരികമായിട്ട് പറയുവാണെങ്കിൽ കരുതലും ഒക്കെ ഉണ്ടാകും.
വിഷ്ണു ഇങ്ങനെ ശാലിനി പറയുന്നതൊക്കെ കേട്ടോണ്ട് അങ്ങനെ സന്തോഷത്തോടെ അവളെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. എൻ്റെ വിഷ്ണുവേട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയത് ആ ഒരു സ്നേഹമാണ്. അതിൽ ഞാൻ ഭാഗ്യവതിയാ. സർവേശ്വരനോട് ഞാൻ അതിന് നന്ദി പറയുന്നോളുവാ. വിഷ്ണു പറയുവാ, ശാലിനി, സ്നേഹം ഒരിടത്തും തോറ്റിട്ടില്ല, അതൊട്ട് തോക്കത്തതുമില്ല. സ്നേഹിക്കപ്പെടുന്നവരാണ് തോറ്റു പിന്മാറുന്നത്. യഥാർത്ഥ സ്നേഹം ഒന്നേ ഉള്ളു, അതെ, മരണം വരെ നിലനിൽക്കുകയും ചെയ്യും. ചില മുറിവുകൾ മനസ്സിലേറ്റാൽ അത് ഒരു കാലത്തും മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റില്ല വിഷ്ണുവേട്ട. ചില വേദനകൾ, ചില അപമാനങ്ങൾ, കൂട്ടത്തിൽ നിൽക്കുന്നവരുടെ ഒഴിവാക്കൽ, ഇതൊക്കെ മറന്നുപോയെന്ന് മറ്റുള്ളവരെ നമുക്ക് ബോധ്യപ്പെടുത്താനേ പറ്റൂ. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു വേദനയായി എന്നും ഉണ്ടാകും. അതിങ്ങനെ മരിക്കുന്നത് വരെ മനസ്സിൽ നീറി കിടക്കും. ഞാൻ എൻ്റെ വേദനകൾ കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് വരെ അതെൻ്റെ കൂടെ ഉണ്ടാകുകയും ചെയ്യും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശാലിനി, തനിക്ക് കിട്ടിയ വേദനകൾക്കിടയിൽ എവിടെങ്കിലും താൻ എൻ്റെ മുഖം കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? വിഷ്ണുവേട്ട, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്, എൻ്റെ വിഷ്ണുവേട്ടന് എങ്ങനെ എന്നെ ഇത്രയധികം സ്നേഹിക്കാൻ കഴിയുന്നെന്ന്. എൻ്റെ കണ്ണ് നിറയുന്നത് സമ്മതിക്കാതെ, എൻ്റെ നെഞ്ച് വിങ്ങുന്നത് സമ്മതിക്കാതെ, എത്ര മോശമായ സമയത്ത് പോലും നമ്മളിൽ നിന്നും വിട്ടുപോകാനാകാത്ത എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരാൾ എന്നോടൊപ്പം ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ വിഷ്ണുവേട്ട, അതാണ് ഇപ്പോഴത്തെ ശാലിനിയുടെ പുനർജന്മം. ഞാനിപ്പോൾ ആ തണലിലാണ്. എനിക്കറിയാം ഞാനിപ്പോൾ സുരക്ഷിതയാണെന്ന്. എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും പരിഭവങ്ങളും എല്ലാം കേട്ടിരിക്കാനും ദാണ്ട് ഇങ്ങനെ ചേർന്നിരിക്കാനും എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഈ കരങ്ങളുള്ളപ്പോൾ ഞാൻ തീർത്തും ഭാഗ്യവതി തന്നെയാണ് വിഷ്ണുവേട്ട. വിഷ്ണു പറയാ, കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഇതുവരെ ഒന്ന് പ്രണയിച്ച് നടക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണം 100,000 പ്രശ്നങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയാണല്ലോ നമ്മുടെ ജീവിതം. നമ്മൾ അനുഭവിച്ചിരിക്കുന്ന വേദനകളുടെ തീവ്രതയെ അറിയുമ്പോഴേ ഇപ്പോഴേ കിട്ടിയിരിക്കുന്ന ജീവിതത്തിൻ്റെ സുഖം അറിയത്തുള്ളൂ. അങ്ങനെ ആ പ്രണയ ജോഡികളെ പോലെ വിഷ്ണുവും ശാലിനിയും അവരുടെ പഴയ പ്രണയകഥകളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വിഷ്ണുവും ശാലിനിയും അവരുടെ പ്രണയകഥകൾ അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കട്ടെ. സത്യയും പപ്പിമോളും ചിത്രങ്ങൾ വരയ്ക്കട്ടെ. നൂർജഹാനും അനൂപും എവിടെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. വിഷ്ണുവിൻ്റെ ഓട്ടോറിക്ഷയിൽ മറന്നുവെച്ച ആ സ്വർണം എത്രയും പെട്ടെന്ന് അതിൻ്റെ യഥാർത്ഥ അവകാശികളുടെ കയ്യിൽ കിട്ടും എന്നുള്ള റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.